അൽ ഹിക്കായത്തു താസിഅത അശറ, 19ാമത്തെ ഹിക്കായത്ത് ആരത്തൊട്ടാണ്? അൻ അബ്ദില്ലാബിനി മെഹ്റാൻ റഹിമഹുല്ലാഹു തആല, മഹാനവറുകളെ തൊട്ടാണ് 19ാമത്തെ ഹിക്കായത്ത് പറയാനുള്ളത്. ഖാല, അബ്ദുല്ലാബിൻ മെഹ്റാൻ പറയുന്നു, ഹജ്ജ ഹാറൂൻ റഷീദ്, ഹാറൂൻ റഷീദ് എന്നവര് ഹജ്ജ് ചെയ്തു, ഹജ്ജിന് പോവുകയാണ്. ഹാറൂൻ റഷീദ് എന്നവര് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ പോകുമ്പോൾ വവാഫൽ കൂഫ, ഇറാഖ് എന്ന് മൂപ്പരെന്തായി കൂഫയുമായി യോജിച്ചെത്തി. ഇറാഖ് എന്നാണ് ഹജ്ജിന് പോണത്. അങ്ങനെ കൂഫയിൽ എന്തായി മഹാനെത്തി. അക്കാമബിഹ അയ്യാമൻ, കുറച്ച് ദിവസങ്ങൾ കൂഫയിൽ മഹാൻ താമസിച്ചു. ഹാറൂൻ റഷീദ് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. മഹാൻ തന്നെ നമുക്ക് പറയേണ്ടത്. സുമ്മ ലറബ ബിർ റഹീലി, പിന്നീട് മഹാൻ അവിടുന്ന് ഹജ്ജിന് പോകാനുള്ള യാത്രയുടെ ഒരുക്കമായി. അപ്പൊ റഹീല് കൊണ്ട് ഒരുക്കി. അങ്ങനെ ഒരുക്കിയപ്പോൾ ഖറജന്നാസ്, അപ്പൊ മൂപ്പരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഖറജന്നാസ്, അപ്പൊ ജനങ്ങളൊക്കെ പുറത്തു വന്നു കാണാന്. ആ കൂട്ടത്തിൽ ഖറജ ബുഹ്ലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളും പുറത്തു വന്നു. ഫീമൻ ഖറജ, രാജാവ് പോകുന്നത് കാണാൻ അണികൾ വരിവരിയായി നിൽക്കണം അവിടെ. ആ കൂട്ടത്തിൽ ആരും വന്നു? ബുഹ്ലുൽ മജ്നൂൻ എന്ന് പറയുന്ന ഉഖ്റവിയ ചിന്തയിൽ കഴിഞ്ഞ് ലയിച്ച മഹാൻ. ദുനിയാവിൽ അദ്ദേഹത്തെ കാണുന്ന ഭ്രാന്തനായിട്ട, വാസ്തവത്തിൽ ഭ്രാന്തനല്ല മഹാൻ, ആ ബുദ്ധിയുള്ള ഭ്രാന്തനാണ്. പുറപ്പെട്ടു. ഫജലസ ബിൽ കിനാസത്തി, കനാസത്ത് അല്ലെ കിനാസത്ത്, കിനാസത്ത് അടിച്ചു വാരിക്കൊണ്ട് ചപ്പ് ചവറുകളാ, അവിടെയാണ് മഹാൻ ഇരിക്കുന്നത്. റോഡിന്റെ സൈഡിലൊക്കെ കാണുമല്ലോ. അപ്പൊ ആ കിനാസത്തിലാണ് മൂപ്പരിയിരിക്കുന്നത്. ഓ സുബിയാനോ, കുട്ടികളോ ഈ ഒതൂലുഹു, കുട്ടികളൊക്കെ മൂപ്പരെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓ യൗലിഊന ബിഹി, വല്ലാതെ കുട്ടികള് ആ മഹാനുമായി വളരെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളെ കളിയാക്കുണ്ടാവും, തല്ലുണ്ടാവും, കുത്തിനൊക്കെ ഉണ്ടാവും. ഭ്രാന്തനല്ലേ. അപ്പൊ ബൈനമാഹും കദാലിക ബിഹി, അങ്ങനെ ഈ ബുഹ്ലുൽ മജ്നൂനുമായി കൊണ്ട് കുട്ടികള് ഇങ്ങനെ അങ്ങോട്ടും ദ്രോഹിച്ചും ബന്ധപ്പെട്ടും ഒക്കെ ഇരിക്കുന്നതിന്റെ ഇടയില് ഇത് അക്ബലത്ത് ഹവാദിച്ചു ഹാറൂൻ. അപ്പൊ ഹാറൂൻ റഷീദിന്റെ കൂടാരങ്ങള് അത് അങ്ങോട്ട് മുന്നോട്ട് വന്നു. ഇത് കണ്ടു കുട്ടികൾ കഫസ് ബിയാനു അനുബിഹി. അപ്പൊ പിന്നെ ഈ കുട്ടികള് ആരുമായുള്ള ബന്ധം വിട്ടു? പിന്നെ ഈ പറയുന്ന ബുഹ്ലുൽ മജ്നൂനുമായുള്ള ബന്ധം വിട്ടുപോയി. ആ കുട്ടികളെ കളിയൊക്കെ നിർത്തി, ആ ബന്ധം ഒഴിവാക്കി വിട്ടുന്നു. അങ്ങനെ ഇരിക്കെ ആ കൂടാരം ഇങ്ങനെ വരികയാണല്ലോ. ഫലമ്മാ ജാ ഹാറൂൻ, അങ്ങനെ ഹാറൂൻ ഇങ്ങനെ വരുമ്പോൾ നാദൽ ബുഹ്ലൂൽ ബി അഅ്ലാ സൗതിഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ വളരെ ഉച്ചത്തിൽ ബുഹ്ലൂലിങ് വിളിച്ചു. അപ്പോ ഫകശഫ ഹാറൂൻ റഷീദ് തങ്ങള് അസിജാഫ ബിയദി, മഹാൻ കൂടാരത്തിരിക്കുമ്പോൾ മറക്കണ്ടാവും, വിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വിരി മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിരി ഇങ്ങോട്ട് തുറന്നു, തന്റെ കൈ കൊണ്ട് തന്നെ വരാറില്ല. എന്നിട്ട് വഖാല, മഹാനായ ഹാറൂൻ റഷീദ് പറയും ചെയ്തു, മറുപടി എടുത്തു, ലബ്ബൈക യാ ബുഹ്ലൂൽ, ലബ്ബൈക യാ ബുഹ്ലൂൽ. ഇത് ബുഹ്ലൂലാണെന്ന് മഹാൻ അറിയാം. അങ്ങനെ വിളിച്ചു. ബുഹ്ലൂൽ, ലബ്ബൈക യാ ബുഹ്ലൂൽ, ലബ്ബൈക യാ ബുഹ്ലൂൽ നിന്ന് ബുഹ്ലുൽ മജ്നൂന്റെ മറുപടിക്ക് ഉത്തരം നൽകി. എന്നിട്ട് ബുഹ്ലൂൽ ചോദിക്കാനോടെ വഖാല യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് ഭ്രാന്തനായ ഈ ആള് ഹാറൂൻ റഷീദിനെ ഉപദേശിക്കുകയാണ്. ഹദ്ദസന അയ്മൻ ബിനു നാബിൽ അൻ ഖുദാമത്ത ബിനി അബ്ദില്ലാഹിൽ ആമിരി. ഇങ്ങനെ ഒരു ഹദീസ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഖാല, അയ്മൻ എന്നവര് പറയുകയാണ്, ഖുദാമയെ തൊട്ട് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിനെ കണ്ടിട്ടുണ്ട്, ബിമിനൻ മിനയില് അലാ ജമലിൽ, ഒരു ഒട്ടകപ്പുറത്ത്. അപ്പൊ താഴത്തഹു, നബിതങ്ങൾ ആ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ നബിന്റെ താഴത്തിലുള്ളത് എന്താണ്?
റഹലുൻ റസ് എന്ന് വായിക്കാം. പഴയ ഒരു നുരുമ്പിയതായ ഒരു വാഹനമാണ്. ഇത്ര വലിയൊരു കൂടാരമായിട്ട് അലങ്കരിച്ചൊന്നും അവിടല്ല. ചെറിയ ഒരു കാണാൻ കൊള്ളാത്ത പഴയതായ ഒരു വാഹനം ഇരിക്കുന്നത്. അങ്ങനെ നബിതങ്ങൾ ഇരിക്കുന്ന കൂടാനുള്ളൂ. അലയ്യക്കുറുബുൻ വലാത്തൊറുതുൻ, അവിടെ അടിയില്ല, ആട്ടലുമില്ല, കുത്തലുമില്ല. വലാ ഇലയിക്ക നിന്നിലേക്ക് എന്ന് പറഞ്ഞ മാറിയിരുത്തലും വേറൊന്നും ഇവിടെ അല്ല. താങ്കൾ അങ്ങനെയല്ലല്ലോ. എല്ലാ പ്രജനും മാറ്റി നിർത്തി അലങ്കരിച്ച കൂടാരത്തിലൂടെ നിങ്ങളിങ്ങനെ വരികയല്ലേ എന്നാണ് ഇപ്പൊ ഉപദേശത്തിന്റെ അർത്ഥം. ഇത് പറഞ്ഞു കൊടുക്കുന്നു. തവാളുക വി സഫരിക്ക, നിങ്ങൾ ഈ യാത്ര ഹജ്ജിനാണല്ലോ. ഈ ഹജ്ജ് യാത്രയിൽ തങ്ങൾക്കുള്ള വിനയം. യാ അമീർ അൽ മുഅ്മിനീനെ ഖൈറുല്ലക്ക, അതാണ് നിങ്ങൾ ഗുണകരം ഈ ഫ്രൗഡും പങ്കീസിനെക്കാളും. മിൻ തകബ്ബുരിക്ക വ തജബ്ബുരിക്ക, നിങ്ങളെ ഈ അഹങ്കാരത്തിനേക്കാളും നിങ്ങളെ ഈ തജബ്ബുറിനേക്കാളും എല്ലാരും നിയന്ത്രിച്ച് അടുക്കി ഒതുക്കി നിർത്തി എല്ലാരും കാണെ നിങ്ങളിങ്ങനെ പോകല്ല, നിങ്ങളെ പേടിച്ചിരിക്കല എല്ലാരും. ഇതിനേക്കായും ഗുണകരം നിങ്ങളെ യാത്രയിൽ നിങ്ങൾ എന്ത് ചെയ്യലാണ്? വിനയം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ്. അങ്ങനെ ഹാറൂൺ റഷീദിനോട് ഈ കാര്യം ബുഹുലുൽ മജുൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എന്തുണ്ടായത്? രാജാവിനോട് ഈ പറയണത്. ഇന്നത്തെ കാലത്താണെങ്കിലോ വെടി വെച്ചിട്ടു, അത് കേസായി ജയിലിൽ കൊണ്ടുപോയിട്ടു. ചോദ്യമല്ല ഉത്തരവല്ല. പിന്നെ ആകെപ്പാടെ ബഹളായി. എന്നാൽ ഹാറൂൺ റഷീദ് ചെയ്യാമായിരുന്നു. പട്ടാളക്കാരുണ്ട്, പരിവാരങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷേ ഈ ഉപദേശം കേട്ടുകൊണ്ടിരുന്നപ്പോ ഹാറൂൺ റഷീദ് കരഞ്ഞു. ഹാറൂൺ റഷീദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഒരു മഹാനാണല്ലോ. മഹാനവരുടെ കണ്ണുനീർ ഭൂമിന്റെ മുകളിലൂടെ ഒഴുകി അത്രത്തോളം കരഞ്ഞു. രാജാവിനെ കരയിപ്പിച്ചു. അതും മതിയല്ല പ്രശ്നം ഉണ്ടാക്കാൻ. പക്ഷെ നടന്നില്ല. അപ്പൊ മഹാന്മാർക്ക് അള്ളാനല്ലാതെ വേറെ ആരും പേടിയില്ല. അള്ളാനെ പേടിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാരും പേടിക്കും. സുമ്മക്കാല, എന്നിട്ട് ഹാറൂൺ റഷീദ് തങ്ങൾ പറയാണ്, യാ ബുഹുലൂലെ സിദ്ന, ഞങ്ങൾക്ക് ഉപദേശം കൂട്ടിത്തരൂ പറഞ്ഞു. യർഹമുക്കല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അതിന് രണ്ടടി ബെയ്ത്തങ്ങ് ചൊല്ലിക്കൊടുത്തു. ഹബ് അന്നക ഖദ് മലക്തൽ അർള തുറ വദാന ലകൽ ഇബാദു ഫകാന മാദാ അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരിൻ വയഹ്സു തുറാബ ഹാദാ തുമ്മ ഹാദാ. അതല്ലേ ഹബ്, നിങ്ങൾ മനസ്സിലാക്കി എന്ത്? അന്നക്കത് മലക്കുത്തൽ അർള തുറ, അമീറുൽ മുഅ്മിനെ ഭൂമിയാകെ നിങ്ങൾ ഉടമയാക്കിയിരിക്കുന്നു. രാജാവല്ലേ നിങ്ങള്. ദാനലക്കൽ ഇബാദു ഫക്കാന മാദാ, അടിയങ്ങൾ മുഴുവൻ നിങ്ങൾ കീഴൊതുങ്ങി നിന്നിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രഭുവായി നിൽക്കുക, വലിയൊരാളാണ്. ഫക്കാന മാദാ, ഇതൊക്കെ എന്താ? ഇതൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇതെന്താ? അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരിൻ, നാളെ മയ്യത്താവും. മയ്യത്താണ് പോയി കടക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അല്ലല്ലോ ഈ പരിവാരങ്ങളും പട്ടാളക്കാരും. ഈ സുഖമൊക്കെ പോകൂലേ? നിങ്ങൾ കിടക്കേണ്ട മണ്ണറ വീടല്ലേ. അപ്പൊ ഖബറിന്റെ ഉള്ളിലാവും നിങ്ങൾ നാളെ പോയി അഭയം തേടേണ്ടത് അല്ലേ. വയഹ്സുത്തുറാബ്, മണ്ണ് എന്താകും? അങ്ങനെ വാരിടുകയും ചെയ്യും. ഹാദാ ഇവനും തുമ്മ ഹാദാ പിന്നെ ഇവനും, ഇങ്ങനെ ഓരോരുത്തരും വാരി മണ്ണ് നിങ്ങളെ മേത്തിടുകയും ചെയ്യും. ഇതല്ലേ നാളത്തെ അവസ്ഥ. രണ്ടാമത്തെ ഉപദേശം കൊടുത്തു. അപ്പൊ ബക്ക ഹാറൂൻ ഈ ഉപദേശം കേട്ടു. ആഖിറത്തിലേക്ക് ചിന്തയല്ലേ കൊടുക്കുന്നത്. ബുഹുലൂൽ തങ്ങൾ അതേ കൊടുക്കുള്ളൂ. അപ്പൊ ഹാറൂൺ റഷീദ് കരഞ്ഞു. സുമ്മ ഖാൽ, പിന്നീട് ഹാറൂൺ റഷീദിന്റെ മനം ഇങ്ങനെ മാറി മാറി വരികയാണ്. അങ്ങനെ മാറിക്കൊടുത്തപ്പോ മഹാൻ പറയാണ്, അഹ്സൻ തയ്യാ ബുഹുലൂൽ, ബുഹുലൂലെ എത്ര നല്ല നന്മയാണ് താങ്കൾ ചെയ്തത്. ഹൽ ഗൈറു, ഇനി വേറെന്തേലും ഉണ്ടോ? ഖാലാം യാ അമീറുൽ മുഅ്മിനീൻ, ഉണ്ടല്ലോ, ഉണ്ട്. റജുലുൻ, ഒരാള്, അതാഹുല്ലാഹു മാലൻ, അയാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു.
ജമ്മാലൻ അഴകും കൊടുത്തു അയാൾക്ക്. അംഫഖമി മാലി അയാൾ സമ്പത്തിന് അങ്ങനെ ചെലവഴിച്ചു നല്ല വഴിക്ക്. അഫ ഫി ജമാലിഹി അദ്ദേഹത്തിന് കൊടുത്ത അഴകിൽ അദ്ദേഹം നല്ല മനുഷ്യനായി ജീവിച്ചു. ഇങ്ങനെയുള്ള ഒരാളുണ്ട്. കുത്തിബ അദ്ദേഹത്തെ എഴുതപ്പെട്ടത് ഫി ഖാലിസി ദീമാനില്ലാഹി തആല അൽ അബ്റാർ അല്ലാഹു തആലാന്റെ ഏടിൽ നിഷ്കളങ്കരായ നല്ലവരായ ആൾക്കാരുടെ പേര് എന്ന ലിസ്റ്റിൽ ഈ ചെറുപ്പക്കാരന് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെറുപ്പക്കാരുണ്ടല്ലോ എന്നാ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആവണമെന്നർത്ഥം. ഫഖാല അപ്പോ ഹാറൂൻ റഷീദ് പറഞ്ഞു, അഹ്സൻത യാ ബുഹുലൂൽ, നീ ഗുണം ചെയ്തല്ല ബുഹുലൂലെ, നല്ലതാ നീ ചെയ്ത് പറഞ്ഞത്. മാൽ ജായിസത്തി, ഞാനൊരു പ്രതിഫലം തരാം. അപ്പൊ നിങ്ങൾ ഗുണം ചെയ്തിരിക്കുന്നത് എത്രയും ഉപദേശം തന്നല്ലോ, ഇതാ ഇതിനുള്ള ജായിസത്ത് തരാന്ന് പറഞ്ഞാൽ വരുമാനം തരാം എന്നാണ് ഉദ്ദേശം. വഖാല അപ്പോ അവിടെയാണ് ബുഹുൽ തങ്ങൾ എതിർത്തത്. ഉർദുൽ ജായിസത്ത, ഈ തരുന്ന എനിക്ക് തരുന്ന കൂലി ഉണ്ടല്ലോ, ആ സമ്മാനമൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊടുത്തോളൂ. അലാമൻ അഹദത്ഹ, അലാമൻ അഹത്തഹ, നിങ്ങൾ ആരെയാണോ അത് പിടിപ്പിക്കാൻ ഏൽപ്പിച്ചത് അത് പിടിക്കുക, അയാളെ വെല്ലു കൊടുത്തളയും. അപ്പൊ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. മിൻഹു, അങ്ങനെയല്ലേ, നിങ്ങളത് മടക്കണം. അലാമൻ ഒരുത്തന്റെ മേലില് കൊടുക്കുകയും അഹത്തഹ മിൻഹു, ആ ഒരുത്തന് നിങ്ങൾ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആരീ നിങ്ങൾ എടുത്ത് ഓൽക്ക് കൊടുത്തലെന്നാണ്. വലാ ഹാജത്തല്ലി ഫീക, അങ്ങനെ ഒരു സമ്മാനവും ഒരു ശമ്പളം നിനക്ക് ആവശ്യമില്ലായിരുന്നു. ഖാലയാ ബുഹുലൂൽ, അപ്പോൾ ഹാറൂൻ റഷീദ് പറയാണ്, ബുഹുലൂലെ ഈ യക്കുൻ അലൈക്ക് ദൈനുൻ ഖലൈനാഹു, അത് വേണ്ട, നിങ്ങൾക്ക് വല്ല കടമുണ്ടോ? എത്ര കട ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊള്ളാന്ന് പറഞ്ഞു. ഫഖാല അപ്പൊ ബുഹുലൂൽ തങ്ങൾ പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ലാ യഖ്ദി ലാ യുഖ്ലാ ദൈനും ബിദൈൻ, ഒരു കടത്തിന് മറ്റൊരു കടം കൊണ്ട് വീട്ടപ്പെടുകയില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഉർദുൽ ഹഖ ഇലാ അഹ്ലിഹി, കടബാധ്യതകളൊക്കെ അതിന്റെ അഖിലുകാരിലേക്ക് മടക്കി കൊടുക്കുക. വഖദി ദൈന നഫ്സിക, നിങ്ങളുടെ സ്വന്തം നഫ്സിന് കുറെ കടങ്ങളുണ്ട്, അത് വീട്ടിയാൽ മതി എന്റെ കടന്ന അല്ലേ. അപ്പോഴെന്ത് പറയുന്നു, വഖാലയാ ബുഹുലൂൽ, അപ്പോൾ കടം വീട്ടാനും ബുഹുൽ സമ്മതിച്ചില്ല. അപ്പൊ ഹാറൂൻ റഷീദ് തങ്ങൾ പറയും, വിളിച്ചു ബുഹുലൂൽ, ഫനുജിരി എന്നാണ്, അജറായുജിരി, ഫനുജിരി അലൈക മാ യക്ഫീക, താങ്കളുടെ മേലിൽ താങ്കളുടെ ജീവിതകാലം കഴിയുന്നത് വരെ താങ്കൾക്ക് മതിയാവുന്നത് എത്രയാണോ അത് നമ്മൾ നടത്താം എന്ന് പറഞ്ഞാൽ അതിനുള്ള വരുമാനം തരാന്ന് പറഞ്ഞു. ഫറഫ ബുഹുലൂൽ, ഇത് പറയുമ്പോൾ ബുഹുലൂൽ തങ്ങൾ എന്തായി ഉയർത്തി, റഅ്സു, തല ഉയർത്തി, ഇലസമായി മേൽപോട്ട് ആകാശത്തേക്ക് തല ഉയർത്തിയിട്ട്, സുമ്മഖാല, പിന്നീട് ബുഹുലൂൽ തങ്ങൾ പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അന വ അൻത മിൻ ഇബാദില്ലാഹി, ഞാനും നിങ്ങളും, ഞാൻ പാവപ്പെട്ടിങ്ങനെ നടക്കുന്നു, നിങ്ങൾ എത്രയോ രാജാവായി ജീവിക്കുന്നു, നിങ്ങളും അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയല്ലേ. അപ്പൊ മുഹാലുൻ കുറക്ക വയൻസാനി, അള്ളാന്റെ അടിമയിൽപ്പെട്ടതായിരിക്കും ഞാനും നിങ്ങളും. അപ്പൊ നിങ്ങൾക്കും എനിക്കും യജമാൻ അള്ളയാണ്. ആ യജമാനായ അള്ള എന്നെ മറക്കുന്നു, നിങ്ങൾ ഓർക്കുന്നു, അത് അസംഭവ്യമാണ്, ഇല്ലല്ലോ, അതുണ്ടാവില്ല, ഒരിക്കലുമില്ല. അപ്പൊ എന്നെ ഓർക്കേണ്ട രീതി അള്ളാഹുത്തലന്റെ ഈ രൂപത്തിൽ എന്നെ ഓർക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെന്നു, നിങ്ങൾ അള്ളാഹുത്തല അങ്ങനെ ഓർക്കുന്നു. അപ്പൊ രണ്ടായാലും കുഴപ്പമില്ല, നമുക്കൊന്നും പറയാല്ല. അസ്ബല ഹാറൂൻ, അവസാനം ഹാറൂൻ റഷീദ് തോറ്റു. അപ്പൊ ഹാറൂൻ എന്നവർ താഴ്ത്തി, ആ സിജാഫ ബിരി താഴ്ത്തിയിട്ടു. ഓമല്ല, അങ്ങനെ ഓപ്പറി യാത്ര തുടർന്നു എന്നാണ്. ഈ ചരിത്രത്തിൽ, ഈ കഥയിൽ നല്ലൊരു പാഠം നമുക്കുണ്ട്. എത്ര ഉന്നത രാജാക്കന്മാരായാലും അവരെ ഉപദേശിക്കാൻ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രചാരമില്ലാത്ത, മറ്റൊരു പേരുകൊണ്ട് അറിയപ്പെടുന്ന, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന, ആഖിറത്തെ ഓർത്ത് ജീവിക്കുന്ന, അള്ളാഹ് എന്ന ചിന്തയിൽ ലയിച്ച് ഭ്രാന്തന്മാരുടെ പോലെ ജീവിക്കുന്ന മഹാന്മാർ, അവർക്ക് ബുദ്ധിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല.
അങ്ങനെയുള്ള മഹാന്മാർക്ക് രാജാവുമായി ഏറ്റുമുട്ടാൻ കഴിയുമെന്നും അത്തരം ആളുകളെ രാജാക്കന്മാർക്ക് പേടിയാണെന്നും മനസ്സിലാക്കാം. രാജാവിന്റെ അടുത്ത് പോയിട്ട് എല്ലാം വാങ്ങിക്കൂട്ടാനും പണം സംഭരിക്കുവാനും മുതലുണ്ടാക്കാനും നടക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു പാഠം കൂടിയാണ് ബുഹുരുൽ മജ്നൂന്റെ പാഠം. ബുഹുരുൽ മജ്നൂൻ എന്നവര് ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഉപദേശത്തിന് വേണ്ട സമ്മാനം കൊടുക്കാം എന്ന് പറയുന്നത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് ഉപദേശിക്കുകയാണ്. എന്നാ കടം വീട്ടാണ് കടം വീട്ടിത്തരാന്ന് പറഞ്ഞു, അതിനും വിസമ്മതിച്ചു. ഇനി വേണ്ട, നിങ്ങളുടെ ജീവിതകാലം മതിയാവുന്ന അത്ര ചെലവുകളും ഒക്കെ നമ്മൾ നടത്തിക്കോളാം, അതും വേണ്ടെന്ന് വെച്ചു. തോൽപ്പിച്ചു രാജാവിനെ. അങ്ങനെ തോൽപ്പിക്കാൻ കഴിയണം യഥാർത്ഥ പണ്ഡിതന്, യഥാർത്ഥ വിവരസ്ഥന്, യഥാർത്ഥ അള്ളാന്റെ അടിമക്ക്. അങ്ങനെയാണ്. ഇതൊന്നും വേണ്ടെന്ന് മകൻ പറഞ്ഞിട്ടില്ല. മഹാന്റെ ചിന്ത മറ്റൊരു വഴിയിലേക്ക് പോയി. അപ്പൊ ഇവിടെയാണ് ഒരടിമയുടെ സ്ഥാനം, ഒരു പ്രജയുടെ സ്ഥാനം രാജാവ് മനസ്സിലാക്കുന്നത്. അല്ലെ, താനും നിങ്ങളും ഞാനും അള്ളാന്റെ അടിമയാണെന്ന് ബോധം നൽകിയാല് ബുഹുരുൽ മജ്നൂൻ എന്ന് പറയുന്ന മഹാൻ ഈ ഒരു ജീവിതം കിട്ടണമെങ്കിൽ എത്രമാത്രം ജീവിക്കണം, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആയിട്ടുണ്ടോ അല്ലെ, ഇത് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണല്ലോ ഈ കിതാബ് നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെയും സഹായിക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട്? എങ്ങനെയൊക്കെ ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താക്കുന്നു? ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. ശമ്പളം വാങ്ങിയിട്ടില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും അത് വിഷമുണ്ട്. എന്നാൽ ശമ്പളം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിന്റെ പേരിൽ പെശകുന്നുണ്ട്, തെറ്റിപ്പോകുന്നുണ്ട്. നമ്മൾ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയുമ്പോൾ അവരാരും നിറവേറ്റി നമുക്ക് ഈർഷത വരുന്നുണ്ട്. നമ്മളെ ക്ലാസ് എടുത്തു കൊടുക്കണമെങ്കിൽ ഇത്ര ഉറുപ്പ്യ തരണമെന്ന് പറയുന്നുണ്ട് അല്ലേ. എങ്കിൽ അതൊന്നും ചോദിക്കാത്ത ആളുകൾ കൊടുക്കുകയാണെങ്കിലോ അയാൾക്കത് കൊടുത്തപ്പോൾ വാങ്ങി വെക്കാം, അല്ലെങ്കിൽ വാങ്ങിയാന്നും വെക്കാം, കൊടുത്തു നോക്കാലോ, നല്ലതല്ലേ. ഏതായാലും നമ്മുടെ ജീവിതങ്ങളൊക്കെ നന്നാക്കാൻ നമ്മളെല്ലാം റെഡിയാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു ഹാറൂൻ റഷീദിന്റെ കഥ മാത്രമല്ല, ഇനി എത്രയോ പല കഥകളും വരാനുണ്ട്. ഇനിയും ഹാറൂൻ റഷീദിന്റെ കഥ തുടങ്ങി.